അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ചോദിച്ചാൽ നമ്മളിൽ പലർക്കും പല സ്വഭാവക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ചില സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും സ്വർഗം ലഭിക്കില്ല. അപ്പം അത് ആരൊക്കെയെന്ന് നോക്കാം. ഇൻഷാ അള്ളാ ഇങ്ങനെയുള്ള സ്വഭാവം ഞാൻ പറയാൻ പോകുന്ന ഉള്ളവരാണെങ്കിൽ അത് മാറ്റി നല്ല ഹൈറായ രീതിയിൽ നടക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ സത്യത്തെ അംഗീകരിക്കാത്ത ആൾ. അത് അവർക്കറിയാം അത് സത്യമാണെന്നറിയാം, പക്ഷെ അതൊരിക്കലും അംഗീകരിക്കില്ല. അതങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തർക്കിക്കും. അപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കും എല്ലാ കാര്യവും, പക്ഷെ അവരത് അംഗീകരിക്കില്ല എന്ന ഉള്ള ആൾക്കാർ എന്നെല്ലാം ശരി, ഞാനാണ് ഇവിടെ വലിയത്, അങ്ങനത്തെ ഒരു അഹംഭാവം പിടിച്ച ഒരാൾക്കാരുണ്ടാവുമല്ലോ, ചിലരങ്ങനെയാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് മറ്റുള്ളവരെ സന്ദർശിക്കാനുള്ള മടി. ഞാൻ വലിയവനല്ലേ, ഏകദേശം അഹങ്കാരത്തിൻ്റെ ഒരു കൂട്ട് തന്നെയാണ്. ഞാൻ വലിയവനാണ്, അപ്പം ഞാൻ അവിടെ പോയിട്ട് അവരെ കാണേണ്ട ആവശ്യമുണ്ടോ, അവരിങ്ങോട്ട് വരട്ടെ, അങ്ങനെയുള്ളൊരു ഭാവമുള്ളവർ. പിന്നെ പാവപ്പെട്ടവരോട് അത് ചില ആൾക്കാരുണ്ട് അങ്ങനെ. ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ അങ്ങനെ അവിടെയെല്ലാം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പാവപ്പെട്ട കുട്ടികളോട് അല്ലെങ്കിൽ പാവങ്ങളോട് കൂട്ടുകൂടാതിരിക്കുക, അങ്ങനെയുള്ളവരോട്. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത ഭർത്താക്കന്മാർ. ഒരു പണിയോ ഒരു ഹെൽപ്പും ചെയ്യില്ല ഭാര്യമാരെ, എല്ലാ കാര്യങ്ങളും ഭാര്യമാർ ചെയ്തു കൊടുക്കണം, അങ്ങനെയുള്ള ഭർത്താക്കന്മാർ. പിന്നെ ആറാമതായിട്ട് പറയുന്നത് പാവപ്പെട്ടവരുടെ സൽക്കാരം സ്വീകരിക്കാത്ത ആൾക്കാരും. പിന്നെ അതുപോലെ തന്നെ പാവങ്ങളെ വലിയ പണക്കാരാണെങ്കിൽ അവരെ ക്ഷണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരാണെങ്കിൽ അവരെ തൗബ പോലും സ്വീകരിക്കുകയില്ല. ഏഴാമത്തതായി പറയുന്നത് മറ്റൊരാളുമായി തർക്കിച്ചാൽ സത്യം അംഗീകരിക്കാത്ത ആൾ. തർക്കിച്ച് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ കൂടി അത് അംഗീകരിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാർ. 8, തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാൽ, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ പോയിട്ട് ക്ഷമ ചോദിക്കണം, അങ്ങനെ പറയാത്ത ആൾക്കാർ. അങ്ങനെ എന്താ പറയണ്ടേ, അങ്ങനെ തെറ്റ് വന്നാൽ അത് അംഗീകരിക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നാൽ ഞാനത് അംഗീകരിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാർ. 9ാമത്തെ പറയുന്നത് ഒരാളെനിക്കൊരു നന്ദി ചെയ്ത് ഒരു കാര്യം ചെയ്തപ്പോൾ ഞാനിപ്പോൾ വീണുപോയി, എന്നെ അവർ എണീപ്പിച്ചു നിർത്തി, അപ്പം ഞാൻ അവരോട് ഒന്നിക്ക് നല്ല വാക്ക് പറയുക, നന്ദി അല്ലെങ്കിൽ താങ്ക്സ് അല്ലെങ്കിൽ ശുക്രൻ, എന്തെങ്കിലും ഒന്ന് പറയാതെ അല്ലെങ്കിൽ ചിരിക്കുക, എന്തെങ്കിലും ചെയ്യാതെ പോകുന്ന ആൾക്കാർ. അങ്ങനെ ഒന്നും എന്താ പറയണ്ടത്, അവരെ ഒരു മൈൻഡാക്കാത്ത നിസ്സാരാക്കി കളയുന്ന ആൾക്കാർ. 10ാമത്തതായിട്ട് പറയുന്നത് ഇബാദത്തുകൾ നിസ്സാരമാക്കി കാണുക, ഇബാദത്തുകളൊന്നും ചെയ്യാതെ. അങ്ങനെയുള്ള ആൾക്കാരെ ജനങ്ങൾ തന്നെ അംഗീകരിക്കില്ല. കാരണം അവർ ഇപ്പോൾ ഒരു പള്ളിയിൽ 2 ആൾക്കാർ കാണുക, ഓന് നിസ്കരിക്കാത്ത ആളാണ്, ഓൻ അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു മൈൻഡാക്കില്ല അവർ, അങ്ങനെ ഒരു നിസ്സാരാക്കി അവരെയും കാണും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പടച്ച റബ്ബ് ഒരിക്കലും സ്വർഗം കൊടുക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.